ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസൺ മാർച്ച് 22 ആരംഭിക്കാൻ പോവുകയാണ്. ഈ സീസണിന് ശേഷം മെഗാ താരലേലം നടക്കാനുള്ളതിനാൽ ഇത്തവണത്തെ സീസൺ എല്ലാ ടീമുകൾക്കും വളരെ നിർണായകമാണ്. ഇത്തവണ പല ടീമിന്റെയും നായകന്മാരും മാറിയിട്ടുണ്ട്. ഇതിൽ ഇത്തവണ തുടക്കം പാടിയാൽ ചില ടീമുകളുടെ നായകന്മാരെ പാതി വഴിയിൽ പുറത്താക്കിയേക്കും. ഇത്തരത്തിൽ ടീമിന്റെ പ്രകടനം മോശമായാൽ പാതി വഴിയിൽ സ്ഥാനമൊഴിയാൻ നിർബന്ധരാകുന്ന നായകർ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നായകൻ ശിഖർ ധവാനാണ്. നിലവിൽ പഞ്ചാബ് കിങ്സിന്റെ നായകനാണ് ധവാൻ. 2022 പഞ്ചാബിന്റെ നായകസ്ഥാനത്തേക്ക് ധവാൻ എത്തുന്നത്. 2 സീസൺ ധവാന്റെ കീഴിൽ കളിച്ചെങ്കിലും പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് എത്തിയില്ല. 16 സീസൺ കളിച്ച പഞ്ചാബ് 2 തവണയാണ് ആകെ പ്ലേ ഓഫിൽ കടന്നത്. 2014 അവസാനമായി പ്ലേ ഓഫിലേക്ക് എത്താനായത്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സീസൺ നിർണായകമാണ്. ഇന്ത്യൻ ടീമിന് പുറത്തുള്ള ധവാന് വലിയ ആരാധക പിന്തുണയില്ല. ഈ സാഹചര്യത്തിൽ ഇത്തവണ പഞ്ചാബിന് തുടക്കം പാടിയാൽ ധവാനെ ടീം നായക സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള സാധ്യത കൂടുതൽ. എന്നാൽ പഞ്ചാബ് ആരെ പരിഗണിക്കുമെന്നത് വലിയ ചോദ്യമാണ്. ലിയ ഡേവിസ്റ്റണും ജോണി മെസ്സയും സാം കർണുമാണ് പരിഗണിക്കാൻ സാധിക്കുന്ന താരങ്ങൾ. രണ്ടാമത്തെ ടീം രാജസ്ഥാൻ റോയൽസ് ആണ്. സഞ്ജു സബ്സ് നായകനായുള്ള രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് വരുന്ന സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ്. സഞ്ജുവിന്റെ കീഴിൽ ഫൈനൽ കളിക്കാൻ രാജസ്ഥാൻ ആയിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഒരു പ്ലേ ഓഫ് കാണാനായിട്ടില്ല. ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് വരുന്ന സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ്. തുടക്കം പാടിയാൽ രാജസ്ഥാൻ സഞ്ജുവിനെ നായകസ്ഥാനം നിന്ന് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിച്ചേക്കും. ജോസ് ബട്ട്ലർ T20 ലോകകപ്പ് കിരീടം നേടിക്കൊടുത്ത നായകനാണ്. ഈ സാഹചര്യത്തിൽ രാജസ്ഥാൻ സഞ്ജുവിനെ മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ സഞ്ജുവിൻ്റെ ആരാധക പിന്തുണയാണ് രാജസ്ഥാൻ്റെ കരുത്ത്. സഞ്ജുവിനെ നായകസ്ഥാനത്ത് മാറ്റിയാൽ രാജസ്ഥാൻ്റെ ആരാധക പിന്തുണയിൽ വലിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നായകൻ ശ്രേയസ് അയ്യർക്കും പണി കിട്ടിയേക്കും. ശ്രേയസിൻ്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശമാണ്. നായകനെന്ന നിലയിൽ അവസാന സീസണിൽ കാര്യമായ പ്രകടനം നടത്താൻ ശ്രേയസിന് സാധിച്ചിട്ടില്ല. ഇത്തവണ ഗൗതം ഗംഭീർ KKRന്റെ ഉപദേഷ്ടാവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടീമിൽ വലിയ ഉടച്ചുവാർക്കൽ പ്രതീക്ഷിക്കാം. ശ്രേയസിൻ്റെ കീഴിൽ KKRന്റെ തുടക്കം പാടിയാൽ പാതി വഴിയിൽ ക്യാപ്റ്റൻസി തീർച്ചയാക്കും. നിതീഷ് റാണ, ആന്തർ റസൽ എന്നിവരൊരാളെ പരിഗണിക്കാനും സാധ്യതയുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദും ഇത്തരമൊരു നീക്കത്തിന് തയ്യാറായേക്കും. ഹൈദരാബാദിൻ്റെ നിലവിലെ നായകൻ എയ്ഡൻ മാർക്കമാണ്. അവസാന സീസണിൽ മാർക്കത്തിന് കീഴിൽ ഹൈദരാബാദ് നിരാശപ്പെടുത്തിയിരുന്നു. ഇത്തവണയും തുടക്കം പാടിയാൽ മാർക്കത്തെ പുറത്താക്കി പാറ്റ് കമ്മിൻസിനെ നായകനാക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തവണ ശക്തമായ താരനിരയോടെയാണ് ഹൈദരാബാദ് എത്തുന്നത്. മാർക്കത്തിന് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്ന് ഉറപ്പാണ്.